കൂർക്ക കിഴങ്ങിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ കിഴങ്ങാണ്. എന്നാൽ ഉരുളൻകിഴങ്ങ് അല്ലതാനും. ധാരാളം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒരു കിഴങ്ങുവിള സസ്യമാണ് ഈ കൂർക്ക. ഇതിൻ്റെ ശാസ്ത്രനാമവുമായി ബന്ധപ്പെടുത്തി പ്ലക്ടാന്ത്രസ് റൂട്ടൻഡിഫോളിയസ്, കോളിയസ് റൂട്ടൻഡിഫോളിയസ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നു. ഭക്ഷ്യയോഗ്യമായ ഇതിൻ്റെ കിഴങ്ങ് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ കൂർക്കയെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് കൂർക്ക എന്ന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട സസ്യത്തെ പറ്റിയാണ്. ഇതിനെ ചീവിക്കിഴങ്ങ്, ചൈനീസ് പൊട്ടാറ്റോ എന്നും നോർത്ത് ഇന്ത്യയിൽ പറവാൾ എന്നുമൊക്കെ പറയുന്നു. ആഫ്രിക്കയാണ് ഇതിൻ്റെ ജന്മദേശം. ആഫ്രിക്കയിലെ നാടൻ ഉരുളക്കിഴങ്ങ് എന്നും ഇന്ത്യയിലെ ചൈനീസ് ഉരുളക്കിഴങ്ങ് എന്നുമൊക്കെ ഇതിനെ അറിയപ്പെടുന്നു. പനിക്കൂർക്കയുടെ ഇലകൾ പോലെ തോന്നിക്കുന്ന ഇലകളുള്ള പുതിന കുടുംബത്തിൽപ്പെട്ട, അതായത് ലാമിയേസി സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. ഇതിൻ്റെ ശാസ്ത്രനാമവുമായി ബന്ധപ്പെടുത്തി കോളിയസ് റൊട്ടാൻഡിഫോളിയസ് എന്നും പ്ലക്ടാന്ത്രസ് റൊട്ടാൻഡിഫോളിയസ് എന്നുമൊക്കെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഭക്ഷ്യയോഗ്യമായ ഈ കിഴങ്ങ് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്നവയാണ്. ഇന്ത്യയിൽ ഉടനീളം ഇത് രുചികരമായ ഒരു ആഹാര പദാർത്ഥമായി ഉപയോഗിക്കുന്നു. കറികളായും സലാഡുകളായും മധുരപലഹാരങ്ങളായും അച്ചാറുകളായിട്ടുമൊക്കെ ഈ ചെറിയ കിഴങ്ങ് ഉപയോഗിക്കപ്പെടുന്നു. പലരുടെയും ഇഷ്ടപ്പെട്ട ഒരു കിഴങ്ങുവർഗ്ഗമാണ് കൂർക്ക. ഇത് ഉരുളക്കിഴങ്ങ് പോലെ ദഹന പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, മറിച്ച് ദഹന വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതാണ്. ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളുമൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നു. ഈ ചെറിയ കിഴങ്ങ് പച്ചക്കറിക്കടകളിലൊക്കെ കണ്ടാൽ അതിനെ നിസ്സാരമായി ഇനി തള്ളിക്കളയരുത്, മേടിച്ച് ഉപയോഗിക്കുക. ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതും ആരോഗ്യ ഘടകങ്ങൾ അടങ്ങിയതുമായ ഒരു കിഴങ്ങാണ് കൂർക്ക. ഇത് ശരീരത്തിലെ ഒരു നല്ല കാവൽക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ കൂട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. നല്ല ഉറക്കം, ഓർമ്മശക്തി, കരളിൻ്റെ ആരോഗ്യം, ഫാറ്റി ലിവർ മൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനുമൊക്കെ ഇത് സഹായിക്കുന്നു. പ്രമേഹ രോഗികളും തീർച്ചയായും കഴിച്ചിരിക്കേണ്ട ഒരു കിഴങ്ങാണ് കൂർക്ക. ഇത് അണുബാധ കുറയ്ക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പാചകം ചെയ്താൽ വളരെ സ്വാദിഷ്ടവും പോഷകസമൃദ്ധവുമായ ഭക്ഷണമായിരിക്കും. മാത്രമല്ല ഔഷധമായിട്ടും ഇത് ഉപയോഗിച്ചു വരുന്നു. ആയുർവേദം, യുനാനി, സിദ്ധവൈദ്യം എന്നിവയുടെ ചികിത്സാവിധികളിലും കൂർക്കയുടെ പ്രാധാന്യത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട്. പലരുടെയും ഇഷ്ടപ്പെട്ട ഒരു കിഴങ്ങ് വർഗ്ഗമാണ് കൂർക്ക. ഇതിൻ്റെ കിഴങ്ങ് മാത്രമല്ല ആരോഗ്യ ഗുണമുള്ളത്. ഇത് ഇട്ട് വെന്ത വെള്ളവും ഇതിട്ട് തിളപ്പിച്ച വെള്ളവും ആരോഗ്യപ്രദമാണ്. അപ്പോൾ കൂർക്കയുടെ ഔഷധ ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം. തൊണ്ടവേദനയും തൊണ്ടയിലുണ്ടാകുന്ന അണുബാധയ്ക്കും ഇത് ഫലപ്രദമായ ഔഷധമാണ്. ഈ പ്രശ്നങ്ങൾ മാറാൻ കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കുറേശ്ശെ കുടിക്കുന്നതും കവിൾ കൊള്ളുന്നതും നല്ലതാണ്. കൂർക്ക കഴിക്കുന്നത് അണുബാധ കുറയ്ക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് സ്ഥിരമായി കൂർക്ക കഴിക്കുന്നത് നല്ലതാണ്. നല്ല ഉറക്കം ലഭിക്കുന്നതിനും ഇൻസൊമാനിയ, അതായത് ഉറക്കക്കുറവ് എന്ന അവസ്ഥ ഇല്ലാതാക്കാനും കൂർക്ക കഴിക്കുന്നത് നല്ലതാണ്. മലബന്ധം പോലുള്ള പ്രശ്നം ഇല്ലാതാക്കാനും മലം ആയാസം കൂടാതെ പുറത്തു പോകാനും കൂർക്ക കഴിക്കുന്നത് കൊണ്ട് പ്രയോജനം ചെയ്യും. ഡയറിയ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കൂർക്ക വളരെ നല്ലതാണ്. കൊളസ്ട്രോളിനും ഇത് നല്ലതാണ്. കൂർക്ക കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ മാറ്റുകയും നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനുമൊക്കെ ഇത് കഴിക്കുന്നത് മൂലം സഹായിക്കുന്നു. കൂർക്ക വേവിച്ച് ഉപ്പിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഓർമ്മശക്തി വർദ്ധിക്കാനും കൂർക്ക കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ്. കൂർക്ക കുട്ടികൾക്കും വേവിച്ച് കൊടുക്കാം. ദഹന പ്രശ്നത്തെ പരിഹരിക്കാനും ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും കൂർക്ക കഴിക്കുന്നതിലൂടെ സാധിക്കും. ആയുർവേദത്തിൽ കഫ പിത്ത ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് കൂർക്ക കഴിക്കുന്നത് പ്രയോജനമാണ് എന്ന് പറയുന്നു. പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങുവർഗ്ഗമാണ് ഈ കൂർക്ക.
രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിക്കുന്നു. കുടൽ തലത്തിൽ പോലും പഞ്ചസാരയെ നിയന്ത്രിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. കുടലിലെ ഗ്ലൂക്കോസ് ആഗിരണത്തെ ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നു. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ, അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ കൂർക്ക സഹായിക്കുമെന്ന് ശാസ്ത്ര പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. കരളിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ മികച്ചതാണ്. ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വേണ്ട തരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ലിവർ സിറോസിസിലേക്കും തുടർന്ന് ലിവർ ഡാമേജിലേക്കും നയിച്ചേക്കാം. ആയതുകൊണ്ട് ഫാറ്റി ലിവർ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു കിഴങ്ങാണ് കൂർക്ക. കൂർക്കയിൽ കരളിൻ്റെ പ്രവർത്തനത്തിനെ സഹായിക്കുന്ന ധാരാളം ഫ്ലവനോയിഡുകൾ, ഫിനോളിക് സംയുക്തങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു. ഇത് കരൾ കോശങ്ങളെ നശിപ്പിക്കുന്ന ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു. മഞ്ഞപ്പിത്തത്തിനെതിരെയും ഇത് ശരീരത്തിന് ഗുണം ചെയ്യും. കൂർക്ക കരൾ വീക്കം, അതായത് ഫാറ്റി ലിവർ കുറയ്ക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇനി കൂർക്കയിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കാൽസ്യം, ഫോസ്ഫറസ്, ചെമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, സെലീനിയം, വിറ്റാമിൻ സി, റൈബോഫ്ലേവിൻ, ഫോളേറ്റ്, കരോട്ടിൻ, ലൂട്ടിൻ, സിയാസാന്തിൻ തുടങ്ങിയവ ഇതിലടങ്ങിയിരിക്കുന്നു. കുറച്ച് കലോറിയും വളരെ കൂടുതൽ പോഷകമൂല്യവും അടങ്ങിയിട്ടുള്ളതാണ് ഈ കൂർക്ക. ഈ സസ്യത്തിൻ്റെ കൃഷിയും അതിൻ്റെ വളർച്ചാ രീതിയുമൊക്കെ ഇനി ഒന്ന് നോക്കാം. കൂർക്കയുടെ ജന്മദേശം ആഫ്രിക്കയാണെന്ന് പറയപ്പെടുന്നു. എങ്കിലും ഇന്ത്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് കൃഷി ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു. വളരെ രുചിയുള്ള ആഹാര പദാർത്ഥമായി പുരാതന ഭാരതീയർ ഇത് ഉപയോഗിച്ചിരുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഈ സസ്യം നന്നായി വളരും. മധ്യ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഇത് വിപുലമായി കൃഷി ചെയ്തു വരുന്നു. കേരളത്തിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇതിൻ്റെ കൃഷി കൂടുതലായി കാണുന്നത്. നെൽകൃഷി കഴിഞ്ഞ വിരിപ്പ് നിലങ്ങളിലും കൂർക്ക കൃഷി ചെയ്തു വരുന്നു. ഏത് മണ്ണിലും കൂർക്ക കൃഷി ചെയ്യാം. എങ്കിലും നീർവാർച്ചയുള്ളതും വളക്കൂറുള്ളതും അല്പം മണൽ കലർന്ന പശ്ചിമരാശി മണ്ണും ഇതിൻ്റെ കൃഷിക്ക് അനുയോജ്യമാണ്. കൃഷി ചെയ്യാനായിട്ട് ഇതിൻ്റെ വിത്ത് അല്ലെങ്കിൽ കിഴങ്ങ് പാകി കിളിർപ്പിച്ച് 1 മാസം പ്രായമാകുമ്പോൾ തലപ്പുകൾ എടുത്താണ് കൃഷി ചെയ്യുന്നത്. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഇത് ഇങ്ങനെ തലപ്പുകൾ അടർത്തിയെടുത്ത് നടുന്നു. അതായത് കൂർക്കകൾ തല മുറിച്ചാണ് നടുന്നത് എന്ന് സാരം. തലയ്ക്ക് ശരാശരി 15 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളം വേണം. ഇത് തടങ്ങളിൽ ചരിച്ചിട്ടാണ് നടുന്നത്. നടാൻ ഇനമായ ചെറ്റു കൂർക്കയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ വെള്ളത്തലയുള്ളതും ചുവന്ന തലയുള്ളതും ഉണ്ട്. വെള്ളത്തലയാണ് നല്ലത്, അതായത് കൂടുതൽ വിളവ് കിട്ടും. ഉൽപ്പാദനം കൂടിയ ചില വിള ഇനങ്ങളും ഉണ്ട്. തിരുവനന്തപുരത്ത് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ശ്രീധരയും കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ നിധി സുഫല എന്നിവയും ഉൽപ്പാദനക്ഷമത കൂടിയ ഇനങ്ങളാണ്. അപ്പോൾ ഈ സസ്യത്തിൻ്റെ സസ്യകുടുംബം ലാമിയേസി കുടുംബത്തിൽപ്പെട്ടതും, അതായത് മിൻറ്റു സസ്യകുടുംബത്തിൽപ്പെട്ടത്, അതായത് പുതിയന സസ്യകുടുംബത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം കൂളിയസ് റൂട്ടൻഡിഫോളിയസ് അല്ലെങ്കിൽ പ്ലക്താന്ത്രസ് റൂട്ടൻഡിഫോളിയസ് എന്നൊക്കെ പറയുന്നു. ഇത്രയുമാണ് എനിക്ക് കൂർക്കയെപ്പറ്റി പറയാനുള്ളത്. ഇനിയും മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ. കാൽമുട്ടിലെ വേദനയും വീക്കവും കുറയാൻ അല്പം മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് ചൂടാക്കി കാൽമുട്ടിൻ്റെ അകത്തും പുറത്തും തടവുക.